നമസ്കാരം. മണ്ണിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സുഭാഷ് പലേക്കറുടെ ആശയങ്ങൾ പിന്തുടർന്ന സീറോ ബജറ്റ് ഫാമിംഗ് പരീക്ഷിക്കുന്ന കാസർഗോട്ടെ ഒരു കർഷകനെക്കുറിച്ചാണ് ആദ്യം. നെൽകൃഷി പ്രോത്സാഹിപ്പിക്കാൻ മുന്നിട്ടിറങ്ങിയ വയനാട്ടിലെ ഒരു സ്വാശ്രയ സംഘത്തെയും ഈ ആഴ്ച പരിചയപ്പെടാം. കാസർഗോഡ് പെരിയയിലെ രഞ്ജിത് കുമാറിൻ്റെ പ്രകൃതി കൃഷിയെക്കുറിച്ചാണ് ആദ്യം. 15 ഏക്കറോളം സ്ഥലത്ത് ജീവാമൃതം മാത്രം ഉപയോഗിച്ചാണ് രഞ്ജിത്തിൻ്റെ കൃഷി. മണ്ണിനോടും പ്രകൃതിയോടുമുള്ള താല്പര്യമാണ് ബിസിനസ്സിൽ നിന്ന് കൃഷിയിലേക്ക് ചുവടുമാറ്റാൻ രഞ്ജിത് കുമാറിനെ പ്രേരിപ്പിച്ചത്. ലാണ് പെരിയ പയറ്റുചാലിൽ കൃഷി ചെയ്യാനായി രഞ്ജിത്ത് ഭൂമി വാങ്ങിയത്. ഇരുന്നൂറോളം തെങ്ങുകൾ മാത്രമാണ് അന്ന് ഇവിടെ ഉണ്ടായിരുന്നത്. എന്ത് കൃഷി ചെയ്യണമെന്നതായിരുന്നു ആദ്യത്തെ ആലോചന. ചില സുഹൃത്തുക്കളുടെ ഉപദേശമനുസരിച്ചാണ് റംബൂട്ടാൻ തൈകൾ വാങ്ങി നട്ടത്. ഞാനൊരു ബിസിനസ്സായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഒരു 5 വർഷം മുമ്പേ 2010 മുതൽ ഈ പെരിയയിലെ ഈ സ്ഥലം വാങ്ങിക്കുകയും അതിൽ എന്തെങ്കിലും പ്ലാന്റിങ് ചെയ്യണമെന്നുള്ള ഒരാഗ്രഹം വന്നു. അപ്പോഴെന്താ ചെയ്യുക എന്നുള്ള അന്വേഷണത്തിൽ ആ സമയത്ത് റംബൂട്ടാൻ മാർക്കറ്റിലൊരു ഡിമാൻഡുള്ള സാധനമായി മനസ്സിലാക്കാൻ പറ്റി. അതുകൊണ്ട് അടുത്ത ചില കുടുംബ സുഹൃത്തുക്കൾ എൻ്റെ അവരുടെ ഉപദേശം അനുസരിച്ച് റംബൂട്ടാൻ തന്നെ ചെയ്യാൻ ഉള്ള തീരുമാനവും അങ്ങനെ റംബൂട്ടാൻ പ്ലാന്റ് ചെയ്യുകയുണ്ടായി. അതേ വർഷം തന്നെയാണ് രഞ്ജിത്ത് സുഭാഷ് പലേക്കറുടെ സീറോ ബജറ്റ് ഫാമിങ്ങിനെ കുറിച്ചുള്ള ക്ലാസ്സിൽ പങ്കെടുക്കാനിടയായത്. പ്രകൃതിയെ നോവിക്കാതെ കൃഷി ചെയ്യുക എന്ന പലേക്കറുടെ ആശയം അതേപോലെ സ്വീകരിച്ചു. 2010 കാസർഗോഡ് വെച്ച് സുഭാഷ് പലേക്കറിൻ്റെ സെമിനാറിൽ ഒരു 5 ദിവസത്തെ സെമിനാറായിരുന്നു. ഈ 5 ദിവസത്തെ സെമിനാർ കഴിഞ്ഞപ്പോൾ പ്രകൃതി കൃഷി എന്ന തത്വത്തോട് വളരെയധികം താല്പര്യം തോന്നുകയും ഇതുതന്നെ എൻ്റെ കൃഷിയിടത്തിലും ഇതുതന്നെ തുടരണം എന്നുള്ള ഒരാഗ്രഹം ഉടലെടുത്തു. അതുകൊണ്ട് അങ്ങനെ എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഈ ജീവാമൃതം ഉണ്ടാക്കാൻ വേണ്ടി അത്യാവശ്യമായി കാസർഗോഡ് കുള്ളൻ പശുവിനെ വാങ്ങുകയും ജീവാമൃതം ഉണ്ടാക്കി കൃഷിയിടത്തിലൂടെ എല്ലായിടത്തും അത് അപ്ലൈ ചെയ്യാനും തുടങ്ങി. കഴിഞ്ഞ 5 വർഷമായി പ്രകൃതി കൃഷി രീതി മാത്രമാണ് രഞ്ജിത്ത് പിന്തുടർന്നു വരുന്നത്. കാസർഗോഡ് കുള്ളൻ ഇനത്തിൽപ്പെട്ട 15 നാടൻ പശുക്കളാണ് ഇവിടെയുള്ളത്. ഇവയുടെ ചാണകവും മൂത്രവും കൊണ്ട് തയ്യാറാക്കുന്ന ജീവാമൃതം മാത്രം ഉപയോഗിച്ചാണ് കൃഷി. തെങ്ങുകൾക്കിടയിൽ റംബൂട്ടാന് പുറമെ കമുകും ജാതിയും കശുമാവും മാങ്കോസ്റ്റിനുമെല്ലാം ഒത്തുചേരുന്ന ഒരു സമ്മിശ്ര കൃഷിയിടമാണ് ഇന്ന് രഞ്ജിത്തിന്റെ ഭൂമി.
കരയിലും പാടത്തും നെൽകൃഷിയുമുണ്ട്. 1.5 ഏക്കർ വയൽ പാട്ടത്തിനെടുത്താണ് നെൽകൃഷി ഇറക്കിയത്. തെങ്ങിൻ തോപ്പിൻ്റെ ഇടയിൽ ജാതിക്കയും കവുങ്ങും വാഴയും കുരുമുളകും ആണ് ഇപ്പോൾ നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ റംബൂട്ടാൻ, മാംഗോസ്റ്റീൻ, പൈനാപ്പിൾ, കശുമാവ് ഇതും നമ്മൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ ഇഞ്ചി, കരനെല്ല്, കല്ലടി ആര്യൻ എന്ന വിത്താണ് കരനെല്ലിന് കൃഷിക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. കൂടാതെ റബ്ബർ, 1000-ഓളം റബ്ബർ തൈകളും ഉണ്ട്. ഈ റബ്ബറിന് കൂടി ഞങ്ങൾ ജീവാമൃതം മാത്രമേ നൽകുന്നുള്ളൂ. മറ്റൊരു തലത്തിലുള്ള ഓർഗാനിക് വളങ്ങളോ രാസവളങ്ങളോ കീടനാശിനികളോ ഒന്നും ഇവിടെ ഉപയോഗിക്കാറില്ല. സമൃദ്ധിയോടുകൂടെ എല്ലാ ചെടികളും വളർന്നു വരുന്നുണ്ട്. തെങ്ങിന് പുറമെ റംബൂട്ടാനും പൈനാപ്പിളുമാണ് ഇപ്പോൾ മുഖ്യമായും വരുമാനം നൽകുന്നത്. റംബൂട്ടാൻ കൃഷിവകുപ്പിന്റെ ഇക്കോ ഷോപ്പ് വഴിയാണ് വിറ്റഴിക്കുന്നത്. കിലോയ്ക്ക് 200 രൂപ വരെ വില ലഭിക്കുന്നുണ്ട്. പൈനാപ്പിളും ഇക്കോ ഷോപ്പിൽ തന്നെ വിൽക്കുന്നു. കുരുമുളകും ഇപ്പോൾ വരുമാനം നൽകി തുടങ്ങിയിട്ടുണ്ട്. ചെങ്കൽക്കുഴിയിൽ രൂപപ്പെടുത്തിയെടുത്ത കൂറ്റൻ മഴവെള്ള സംഭരണിയിൽ നിന്നാണ് കൃഷിയിടത്തിലേക്ക് വെള്ളം എത്തിക്കുന്നത്. തോട്ടത്തിലെ കാര്യങ്ങൾ നോക്കാൻ 5 സ്ഥിരം ജോലിക്കാരുമുണ്ട്. നാടൻ പശുക്കളെ വളർത്തുന്നത് മുഖ്യമായും ചാണകത്തിനും മൂത്രത്തിനുമാണെങ്കിലും ഭാവിയിൽ പാലുൽപാദനവും ലക്ഷ്യമിടുന്നുണ്ട്. നാടൻ പശുക്കളുടെ പാലിന് ഇപ്പോൾ കൂടുതൽ ആവശ്യക്കാരുണ്ട്. പ്രകൃതി കൃഷി രീതിയായതിനാൽ പറമ്പിലെ കളകൾ പൂർണ്ണമായി വെട്ടുന്ന പതിവില്ല. കളകളുടെ തലപ്പുകൾ മാത്രമാണ് വെട്ടിപ്പുതയിടുന്നത്. മാസത്തിൽ 2 തവണയാണ് വിളകൾക്ക് ജീവാമൃതം നൽകുക. ജീവാമൃതത്തെ ഒരു വളമായല്ല, മണ്ണിന്റെ ഘടന മാറ്റാനുള്ള ഒരു ഉറ മാത്രമായാണ് കാണുന്നതെന്ന് രഞ്ജിത്ത് പറയുന്നു. സുഭാഷ് പലേക്കർ ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ, ഇത് ഒരു വളമല്ല, ഒരു ഉറ മാത്രമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ജീവാമൃതം ഒരു 4-5 വർഷം ഉപയോഗിച്ച് കഴിയുമ്പോൾ, അതായത് നമ്മൾ മാസത്തിൽ 2 തവണയാണ് ജീവാമൃതം സസ്യങ്ങൾക്ക് നൽകി വരുന്നത്. ഈ ഒരു 3-4 വർഷത്തിന് ശേഷം മണ്ണിൻ്റെ ഘടന പൂർണ്ണമായി മാറുകയും അതിൽ എല്ലാ മിനറൽസും വേരുകൾക്ക് വലിച്ചെടുക്കാൻ പറ്റുന്ന പാകത്തിൽ രൂപപ്പെട്ടു വരികയും ചെയ്യുമെന്ന ഒരു വിശ്വാസമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. സീറോ ബജറ്റ് രീതിയാണെങ്കിലും മണ്ണിനെ പരുവപ്പെടുത്തുന്നതുവരെ ചെലവുകളുണ്ടെന്ന് രഞ്ജിത്ത് സമ്മതിക്കുന്നു. എന്നാൽ കാലക്രമേണ ഒരു കാടിന്റെ ജൈവാവസ്ഥയിലേക്ക് കൃഷിയിടം മാറും. അതോടെ ഒരു വളവും നൽകാതെ വിളവ് ലഭിക്കുന്ന ചെലവില്ലാ പ്രകൃതി കൃഷി സാധ്യമാകുമെന്നും ഈ കർഷകൻ ഉറച്ചു വിശ്വസിക്കുന്നു. സുഭാഷ് പലേക്കർ
രീതിയിൽ പറയുന്നത് കാട് നിലനിൽക്കുന്ന തത്വമാണ്. ഒരു കാടിലാരും വെള്ളമൊഴിക്കുന്നില്ല, മാനോറിങ് ചെയ്യുന്നില്ല, മനുഷ്യൻ്റെ ഇടപെടലുകൾ ഒന്നുമില്ലാതെ തന്നെ കാട് സമൃദ്ധിയിൽ നിലനിൽക്കുന്നു. അതുകൊണ്ട് അതാണ് അടിസ്ഥാനം. ചിലവ് തീർച്ചയായിട്ടുമുണ്ട്, പക്ഷേ ക്രമേണ ഒരു 4-5 വർഷത്തിനകം ഒരു കാര്യം ചെയ്യാതെ തന്നെ കായ്ഫലം ഉണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം. അതുകൊണ്ട് ഇപ്പോൾ ഇനീഷ്യലി തുടക്കത്തിൽ തീർച്ചയായും ചിലവുണ്ട്. പിന്നീട് ഒരു വളവും ചേർക്കാതെ തന്നെ കായ്ഫലം ലഭിക്കുമെന്നും അതുകൊണ്ടത് തീർച്ചയായും ലാഭകരം തന്നെ ആയിരിക്കും എന്ന വിശ്വാസത്തിലാണ് ഞാൻ ഇവിടെ മുന്നോട്ട് പോകുന്നത്. തുടക്കത്തിൽ രഞ്ജിത്തിൻ്റെ കൃഷിരീതിയെ പലരും വിമർശിച്ചിരുന്നു. എന്നാൽ ഇന്ന് ഈ രീതി പിന്തുടരാൻ ഗ്രാമത്തിലെ നിരവധി കർഷകർ മുന്നോട്ട് വരുന്നുണ്ട്. പ്രകൃതിയെ ഒരു തരത്തിലും മുറിപ്പെടുത്താതെയുള്ള കൃഷിരീതിയാണ് രഞ്ജിത്ത് പിന്തുടരുന്നത്. മാനന്തവാടി തോണിച്ചാലിലെ യുവജന സ്വാശ്രയ സംഘവും സമീപത്തെ 2 വിദ്യാലയങ്ങളിലെ NSS യൂണിറ്റുകളും ചേർന്ന 10 ഏക്കർ സ്ഥലത്താണ് നെൽകൃഷി ഇറക്കിയിരിക്കുന്നത്. പൂർണ്ണമായും ജൈവ രീതിയിലാണ് നെൽകൃഷി. അന്യം നിന്നുകൊണ്ടിരിക്കുന്ന കാർഷിക സംസ്കാരത്തെ വീണ്ടെടുക്കാൻ ഒരു സാംസ്കാരിക സംഘടനയ്ക്ക് എന്തു ചെയ്യാനാകുമെന്ന ചോദ്യമാണ് ഈ കൂട്ടായ്മയെ പാടത്തിറക്കിയത്. കഴിഞ്ഞ വർഷം ഒരേക്കർ സ്ഥലത്ത് ജൈവ പച്ചക്കറി കൃഷി നടത്തിയതിൻ്റെ അനുഭവപാഠവുമായാണ് യുവജന സ്വാശ്രയ സംഘം 10 ഏക്കർ വയലിൽ നെൽകൃഷി നടത്തിയത്. മണ്ണിലേക്ക് മടങ്ങൂ, മനുഷ്യനും ഈ സംസ്കാരത്തിനും വേണ്ടി എന്ന ഒരു മുദ്ര സന്ദേശം ഞങ്ങൾ ഇതിലൂടെ നൽകുകയാണ്. ഇതിനെ ഞങ്ങളെ സഹായിക്കാൻ ഈ പ്രവർത്തനവുമായി മുന്നോട്ടിറങ്ങിയപ്പോൾ പ്രദേശത്തുള്ള മുഴുവൻ കർഷകരും അതുപോലെ നാട്ടുകാരും വിദ്യാർത്ഥികളും എല്ലാം ഈ ഒരു സംരംഭത്തെ സഹായിക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയുണ്ടായി. ഞങ്ങളിവിടെ ചെയ്യുന്നതിൽ കേവലം ലാഭനഷ്ടത്തിൻ്റെ കണക്കുകൾ വെച്ചിട്ടല്ല. ഈ പ്രദേശത്ത് ചെയ്യുന്ന കൃഷികളെല്ലാം നെൽകൃഷി മുഴുവൻ കഴിഞ്ഞ വർഷങ്ങളൊക്കെ നഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ കർഷകർ ഈ മേഖലയിൽ നിന്ന് പിന്മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഗന്ധകശാല, ആതിര തുടങ്ങിയ വിത്തുകളാണ്. ഗന്ധകശാലകൾക്കൊക്കെ എപ്പോഴും നഷ്ടം മാത്രമേ സംഭവിക്കാൻ സാധ്യതയുള്ളൂ. മേനി വളരെ കുറഞ്ഞ വിത്താണ്. എന്നാൽ ഈ ഒരു സംസ്കാരത്തെ നമ്മൾ തിരിച്ചു കൊണ്ടുവരാനും നമ്മുടെ ഈ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പാരമ്പര്യത്തെ തിരിച്ചു പിടിച്ച് മാത്രമല്ല ഒരു സാംസ്കാരിക സംഘടനയ്ക്ക് എങ്ങനെ ഇത്തരം മേഖലകളിലേക്ക് ഇടപെടാമെന്ന് കാണിച്ചു കൊടുക്കുക കൂടിയാണ് ഞങ്ങളിതിൻ്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുള്ളത്. സ്വാശ്രയ സംഘത്തിൻ്റെ കാർഷിക പ്രവർത്തനങ്ങളിൽ പുതിയ തലമുറയെ കൂടി ഉൾപ്പെടുത്തുന്നതിനെക്കുറിച്ചായിരുന്നു അടുത്ത ആലോചന. അങ്ങനെയാണ് കാട്ടിക്കുളം, മാനന്തവാടി എന്നീ 2 ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ NSS യൂണിറ്റിലെ വിദ്യാർത്ഥികൾ കൂടി ഈ ശ്രമത്തിൽ പങ്കാളികളായത്. ഞങ്ങളുടെയൊക്കെ കുട്ടികൾ ഇതിൽ പങ്കാളികളാണ്. എപ്പോഴും ഞാറ് പറിക്കാനും നടാനും കിളയ്ക്കാനും ഒക്കെ ഞങ്ങളുടെ കുട്ടികൾ വരുന്നത്. മറ്റു കുട്ടികളെ എങ്ങനെ ഇതിലേക്ക് പങ്കാളിത്തം ഉറപ്പുവരുത്താം എന്നതിൻ്റെ ഭാഗമായിട്ടാണ് തൊട്ടടുത്ത വയനാട് ജില്ലയിലെ പ്രഗത്ഭമായ 2 ഹയർ സെക്കൻഡറി സ്കൂളുകളെ സമീപിക്കുകയും അവിടുത്തെ NSSൻ്റെ കുട്ടികൾ വളരെ സന്തോഷത്തോടുകൂടി ഈ ഒരു പ്രവർത്തനത്തിൽ പങ്കാളികളാവാൻ താല്പര്യം പ്രകടിപ്പിക്കുകയും അങ്ങനെയാണ് ഈ കുട്ടികൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ആദ്യമായി പാടത്തിറങ്ങുന്നതിൻ്റെ ആവേശമായിരുന്നു വിദ്യാർത്ഥികളിൽ മിക്കവർക്കും. വളരെയധികം ആസ്വദിച്ചാണ് കുട്ടികൾ ഓരോ ജോലിയും ചെയ്തത്.
ഞങ്ങളുടെ സ്കൂളിൽ NSSൻ്റെ കാര്യം വന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമായിരുന്നു. കാരണം ഞങ്ങളൊക്കെ ജനിച്ചതിന് ശേഷം ഇങ്ങനെയുള്ള രീതികളെ എന്താ പറയുക അന്യമായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്യാനും ഇതൊക്കെ ഒന്ന് കാണാനുള്ള ആകാംക്ഷ ഞങ്ങളിൽ എല്ലാവരിലും ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഇവിടെ വന്നു ഇതൊക്കെ ചെയ്യുമ്പോൾ എന്താ പറയുക ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ചെയ്യുന്ന നല്ല രസമാണ്. ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ തലമുറയ്ക്ക് ഇതൊക്കെ അന്യമാണ്. ഇനി ഞങ്ങളുടെയൊക്കെ അധ്യാപകർ വരുന്ന കുട്ടികൾക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക എങ്ങനെ ഞങ്ങൾക്ക് അറിയില്ല. കാരണം ഒന്ന് കാണിച്ചു കൊടുക്കാനെന്നുള്ള ഇതൊന്നും ഇവിടെ ഇല്ല. ഇനിയിപ്പോൾ നമ്മൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് പണ്ടത്തെ ഇതൊക്കെ എടുത്ത് വേണമെങ്കിൽ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളും കൂടുതൽ ഇപ്പോൾ കൃഷിയെ മറക്കുന്ന ഒരു കാലഘട്ടമാണ്. കൃഷി എന്ന് വെച്ചാൽ ഇപ്പോൾ ആന്ധ്രയിൽ നിന്നൊക്കെ അരി കൊണ്ടുവരേണ്ട ഒരു അവസ്ഥ ഇപ്പോൾ ഉണ്ടായത്. ഇപ്പോൾ ഇത്തരം ഒരു കൃഷിയിലേക്ക് ഇറങ്ങാൻ ആർക്കും താല്പര്യമില്ല. ആ ഒരു കാരണം വെച്ചാൽ ഇപ്പം നമുക്ക് തന്നെ നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യാം. അപ്പോൾ നമ്മളും ഇതേപോലെ ഇത്തരം ഒരു ഇതിൽ നമ്മളും ഏർപ്പെടണം. പ്രദേശത്തെ മുതിർന്ന കർഷകരും ആദിവാസി വിഭാഗങ്ങളിൽ നിന്നുള്ള കർഷക തൊഴിലാളികളും കുട്ടികൾക്കൊപ്പം ഒത്തുചേർന്നിരുന്നു. ഇവരാണ് വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയത്. വളരെയധികം സന്തോഷം തോന്നി. കാരണം ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ കൂട്ടുകാരുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് സഹായിക്കുവാനും ഞങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശം നൽകുവാനുമായി ഇവിടുത്തെ മുതിർന്ന കർഷകരുമുണ്ടായിരുന്നു. അവരുടെ എല്ലാ സഹായത്തോടു കൂടി വളരെ നന്നായി ചെയ്തു എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ മനസ്സിന് നല്ലൊരു സന്തോഷമുണ്ട്. വിദ്യാർത്ഥികൾക്ക് പിന്തുണയുമായി ഏതാനും അധ്യാപകരും കൃഷിയിടത്തിലിറങ്ങി. അനുഭവങ്ങൾ വിദ്യാർത്ഥികൾക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ മുതൽക്കൂട്ടാകുമെന്ന പ്രതീക്ഷയാണ് അധ്യാപകർക്കും പങ്കുവയ്ക്കാനുണ്ടായിരുന്നത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു ആവേശമാണ്. ചിലപ്പോൾ എല്ലാ കുട്ടികളും ആദ്യമായിട്ടായിരിക്കാം ഈ ഞാറ് നടുകയും വരമ്പിൽ അല്ലെങ്കിൽ പാടത്ത് പണിയെടുക്കുകയും ചെയ്തത്. അപ്പോൾ ആ ആവേശം അങ്ങോട്ട് കണ്ടാൽ തന്നെ അറിയാം. തുടങ്ങിയിട്ട് കുറേ നേരമായി ഇതുവരെ ആ തൂമ്പ അവിടെ ബാക്കി വെച്ചിട്ടില്ല. അപ്പോൾ അത് പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ഒരു സംസ്കാരത്തിലോട്ട് നയിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് പുതിയൊരു അനുഭവമാണ്, ഇത് പുതിയ പാഠമാണ്. അവർ തീർച്ചയായിട്ടും ഇനിയുള്ള മുന്നോട്ട് പോകുന്ന ഓരോ ഘട്ടങ്ങളിലും അവർക്ക് തീർച്ചയായിട്ടും ഇതൊരു വലിയ മുതൽക്കൂട്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, ഞങ്ങൾ വിചാരിക്കുന്നത്. ഒരു പുതിയ ഒരു കാർഷിക സംസ്കാരം കുട്ടികളിലൂടെ തന്നെ ഉണ്ടാവൂ എന്നുള്ളത് തന്നെയാണ് എന്ന തിരിച്ചറിവാണ് തീർച്ചയായിട്ടും ഇത് നൽകുന്നത്. സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള 20 അംഗങ്ങളാണ് യുവജന സ്വാശ്രയ സംഘത്തിലുള്ളത്. അധ്യാപകരും സർക്കാർ ജീവനക്കാരും മറ്റ് തൊഴിൽ മേഖലകളിൽ നിന്നുള്ളവരുമെല്ലാം ഈ കൂട്ടായ്മയുടെ ഭാഗമാണ്. നഷ്ടം സഹിച്ച് നെൽകൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ വ്യക്തികൾക്ക് സാധിക്കാത്ത സാഹചര്യത്തിലാണ് ഇത്തരം യോജിച്ച മുന്നേറ്റങ്ങളുടെ പ്രസക്തിയെന്ന സംഘത്തിലെ അംഗങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. ഇനി നെൽകൃഷി നിലനിർത്താൻ വ്യക്തികൾക്ക് പ്രയാസമാണ്. കാരണം നെൽകൃഷിക്ക് സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ വളരെ തുച്ഛമാണ്. ഒരേക്കർ നശിച്ചാലൊക്കെ 300 രൂപയൊക്കെയാണ് ലഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വ്യക്തികൾക്ക് ഇനി അത് കൊണ്ടുനടക്കുക പ്രയാസമാണ്. ഇത്തരം സംഘങ്ങൾ നാടൊട്ടുക്കും വിചാരിച്ചാൽ നമുക്ക് നെൽകൃഷിയെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. അതൊരു മാതൃക നിലയിലാണ് ഞങ്ങളിത് ചെയ്യുന്നത്. നാട്ടിലൊക്കെയുള്ള സ്വാശ്രയ സംഘങ്ങൾ ഇത്തരം നെൽകൃഷിയിലേക്ക് തിരികുകയും അവർ സംഘമായി ചേർന്ന് ഒരാവേശത്തോടു കൂടി ഇത് ചെയ്യുകയും ചെയ്താൽ നമ്മുടെ വയലുകളായിട്ട് തന്നെ സംരക്ഷിക്കാൻ കഴിയും. വയനാടിൻ്റെ സ്വന്തം നെല്ലായ ഗന്ധകശാലയും ആതിരയുമാണ് ഇവർ കൃഷി ചെയ്യുന്നത്. നെല്ല് വിളവെടുത്തു കഴിഞ്ഞാൽ മുഴുവൻ സ്ഥലത്തും വിപുലമായ രീതിയിൽ ജൈവ പച്ചക്കറി കൃഷി നടത്താനാണ് സംഘത്തിൻ്റെ തീരുമാനം. ഇനി അടുത്തത് പച്ചക്കറി കൃഷിയിലേക്കാണ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത്. ഈ നെൽകൃഷി കഴിഞ്ഞ ഉടനെ പച്ചക്കറി കൃഷി വ്യാപകമായി ജൈവ പച്ചക്കറിയാണ് ഉദ്ദേശിക്കുന്നത്. രാസവളവും കീടനാശിനി ഒഴിവാക്കിക്കൊണ്ട് പച്ചക്കറിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മണ്ണിലിനി കാർഷിക മേഖലയിൽ നിന്നുള്ള അറിയിപ്പുകൾ. കേരള കാർഷിക സർവകലാശാല
വനിതകൾക്ക് പഴം പച്ചക്കറി സംസ്കരണത്തിൽ പരിശീലനം നൽകുന്നു. 2 ദിവസത്തെ പരിശീലനത്തിന് 500 രൂപയാണ് ഫീസ്. വിളിക്കേണ്ട നമ്പർ 0487 2438 492. പട്ടാമ്പി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ജ്യോതി, ഉമ, കാഞ്ചന, ആതിര എന്നീ ഇനങ്ങളുടെ ഗുണമേന്മയുള്ള നെൽവിത്ത വിൽപ്പനയ്ക്ക് തയ്യാറായി. കൂടുതൽ വിവരങ്ങൾക്ക് 0466 2201 100 എന്ന നമ്പറിൽ വിളിക്കുക. മണ്ണിൻ്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു. മണ്ണിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാനും മുൻ എപ്പിസോഡുകൾ കാണാനുമായി ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജായ facebook.com/reportermanna സന്ദർശിക്കുക.